ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബി കൂൾ വിത്ത് പൊന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അതുപോലെ തന്നെ ഇന്ന് എനിക്ക് ക്ലാസ്സുള്ള ദിവസമാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി എടുക്കുന്നത് ചൂടുവെള്ളമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ വാട്ടർ എടുക്കാവുന്നതാണ്. ഇനി കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം. നമ്മൾ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അങ്ങനെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇന്ന് ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ ലഞ്ച് റെഡിയാക്കുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് റെഡിയാക്കുന്നത്. ഞാനിന്ന് ലഞ്ച് കൊണ്ടുപോകുന്നില്ല. എനിക്കിന്ന് 3 മണി വരെ ക്ലാസ് ഉണ്ട്. പക്ഷെ ഞാൻ ലഞ്ച് കൊണ്ടുപോകുന്നില്ല. അതിനിതാ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചപ്പാത്തി ഓരോന്നായിട്ട് തിരിച്ചും മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എല്ലാ ക്ലീനിങ്ങും തീർക്കുന്നുണ്ടായിരുന്നു. കാരണം 3 മണി വരെ ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പോകാനാകുമ്പോഴേക്കും എല്ലാ പണികളും തീർത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയുടെ കൂടെ എടുക്കുന്നത് ഗ്രീൻ പീസ് മസാല കറിയാണ്. ഈ ഒരു കറിയുടെ റെസിപ്പി നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരൊന്ന് കയറി ചെക്ക് ചെയ്യണേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മോനെ ഒന്ന് ഫ്രഷാക്കി അവനൊന്ന് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാനൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ആദ്യം തന്നെ മക്കളുടെ ലഞ്ച് ബോക്സാണ് റെഡിയാക്കി വെക്കുന്നത്. ഈ ഒരു സെയിം റെസിപ്പി തന്നെയാണ് മക്കളുടെ ലഞ്ച് ബോക്സിൽ നിന്ന് കൊടുത്തു വിടുന്നത്. കാരണം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റാണ് കൂടുതൽ ഇഷ്ടം. ചോറിനേറെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അതാണ് അവർ രണ്ടുപേരും കൊണ്ടുപോവാറ്. ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി തന്നെയാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഗ്രീൻ പീസ് കറിയും ചപ്പാത്തിയൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ അന്ന് എല്ലാവരും ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ മക്കളുടെ കൂടെ തന്നെയാണ് ഞാനും ഇറങ്ങിയിട്ടുള്ളത്. അവരെ ബസ് കയറ്റി വിട്ടിട്ട് വേണം എനിക്ക് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട്. അതാ അവരെ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ബസ് വന്ന് അവരതിൽ കയറ്റി വിട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാനെന്താ ക്ലാസ്സിന് പോവാണ്. ഞാൻ ബസ്സിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാ ഞാനിവിടെ കോളേജിലെത്തിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ആരും തന്നെ ലഞ്ച് കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് പുറത്ത് പോയിട്ട് അവിൽ മിൽക്ക് കഴിച്ചു. ഇന്നെല്ലാവരും ഈ ഒരു അവിൽ മിൽക്കാണ് ഉച്ചക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും ക്ലാസ്സിലേക്ക് പോയി. പിന്നെ ഒരു 3 മണിക്കാണ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഹസ്ബൻഡ് കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് പിന്നെ വീട്ടിലേക്ക് തിരിച്ച് വന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. കാടമുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കാടമുട്ട മോന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും കാടമുട്ട ഉണ്ടാവും. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ മല്ലിയില, പിന്നെ കപ്പ, ചേമ്പ്. വെജിറ്റബിൾസ് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒരുമിച്ചിട്ടാണ് വാങ്ങിക്കൽ. കാരണം ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അത് തീരുമ്പോഴാണ് അടുത്തത് വാങ്ങിക്കാറ്. അതാ പച്ചക്കായ, അതുപോലെ തന്നെ ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, കുക്കുംബർ, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബീൻസ്, അതുപോലെ അമരപ്പയർ. ഈ ഒരു അമരപ്പയറിന് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയലെന്നും കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു അമരപ്പയറിൻ്റെ ഉപ്പേരി. പിന്നെ കുറച്ച് ചെറുനാരയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ആപ്പിള്,
അതുപോലെ തന്നെ ഓറഞ്ച് ഇതൊക്കെയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു വലിയ പാത്രത്തിലേക്ക് ഇതൊന്ന് ഇട്ടിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ചതിന് ശേഷമാണ് ഇതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെക്കൽ. അതിന് വൈകുന്നേരം മക്കൾ വരാനായിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു കപ്പൊന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട്. അതാ കപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ അത് കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. മക്കൾക്ക് വൈകുന്നേരം ചായക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ ഹസ്ബൻഡിനും ഇഷ്ടമാണ് ഈ ഒരു കപ്പ. അതെന്താ കപ്പ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം കഴിക്കാം. അങ്ങനെ കപ്പയിലേക്ക് തലേ ദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു, അതാണ് എടുക്കുന്നത്. ഹസ്ബൻഡിന് കപ്പയിലേക്ക് ഉള്ളിച്ചമ്മന്തിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയും പച്ചമുളകും ഉപ്പും കൂട്ടി അരച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ചമ്മന്തിയാണ്. ഞങ്ങൾ ഈ ഒരു മീൻ കറിയും കൂട്ടിയിട്ടാണ് കപ്പ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇന്ന് രാത്രിയിലേക്ക് മോളെ സ്പെഷ്യലാണ് ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൊറിയൻ സ്റ്റൈൽ സ്വീറ്റ് ആൻഡ് സ്പൈസി ഫ്രൈഡ് ചിക്കനാണ്. അവൾ ഇതുപോലെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ നടത്തും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ രാത്രിയിലേക്കുള്ള ഫുഡ്. അപ്പോൾ ഈ ഒരു ഫ്രൈഡ് ചിക്കനും അതുപോലെ തന്നെ കുബൂസും കൂട്ടിയിട്ട് ഇന്ന് രാത്രി ഫുഡ് കഴിച്ചു. അപ്പോൾ നമ്മളുടെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.